ഹായ് ഗായ്സ്, ഇന്ന് ഞാൻ എൻ്റെ വെയിറ്റ് ലോസ് ജേർണിയെ പറ്റിയാണ് പറയണേ. അപ്പോൾ എൻ്റെ ഫസ്റ്റ് ട്രാൻസ്ഫോർമേഷൻ 2020 അപ്പം ഞാൻ ഇങ്ങനെയായിരുന്നേ. ഞാൻ ആദ്യമായിട്ട് എൻ്റെ വെയിറ്റ് ലോസ് ചെയ്ത സമയത്ത് എനിക്ക് വലിയ ധാരണയൊന്നുമില്ലായിരുന്നു. പക്ഷേ വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ലാതെ തന്നെ ഞാനൊരു ഹെൽത്തി ആയിട്ട് തന്നെയാണ് വെയിറ്റ് ലോസ് ചെയ്തത്. പിന്നെ ഞാനിങ്ങനെ മെയിൻറ്റെയിൻ ചെയ്തൊക്കെ അങ്ങനെ അങ്ങ് പോയി. അങ്ങനെ ഇരിക്കാൻ ഞാൻ 2024 പ്രഗ്നൻ്റ് ആയി. അപ്പം എൻ്റെ ഡയറ്റും പ്ലാനും എല്ലാം തെറ്റി. അപ്പോൾ പ്രഗ്നൻ്റ് ആയത് ഗ്രാജുവലി നമ്മൾ വെയിറ്റ് ഗെയിൻ ചെയ്യും. അങ്ങനെ എൻ്റെ സിസേറിയൻ കഴിഞ്ഞ സമയത്ത് ഞാൻ 78 കിലോ ഉണ്ടായിരുന്നു. എൻ്റെ സി സെക്ഷൻ കഴിഞ്ഞുള്ള കോലമാണ് ഇത്. അത് പിന്നെ പെതുക്കെ തന്നെ കുറഞ്ഞ് ഒരു 70 ആയി, പിന്നെ ഒരു 69 അത് കഴിഞ്ഞ് പിന്നെ കുറഞ്ഞിട്ടേയില്ല. പിന്നെ വീണ്ടും ഞാൻ എൻ്റെ വെയിറ്റ് ലോസ് ജേർണി നവംബറിൽ സ്റ്റാർട്ട് ചെയ്തു. ഇപ്പോൾ ഒരു 65-66 kgയിൽ നിൽക്കുകയാണ്. അതായത് ഒരു ഓൾമോസ്റ്റ് 1 മന്തിൽ ഒരു 4 kg വരെ കുറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ കരുതി ആർക്കെങ്കിലും എൻ്റെ വീഡിയോസ് കാണുന്നവർക്ക് ഇത് യൂസ്ഫുൾ ആവുകയാണ്, എസ്പെഷ്യലി സി സെഷൻ കഴിഞ്ഞവർക്കൊക്കെ യൂസ്ഫുൾ ആവുകയാണെങ്കിൽ എന്നെ ഫോളോ ചെയ്യാം കേട്ടോ. പെട്ടെന്ന് പട്ടിണി കിടന്നുള്ള ഒരു വെയിറ്റ് ലോസ് ജേർണി ഞാൻ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് ഞാൻ വളരെ സ്ലോ ആയിട്ടാണ് ചെയ്യുന്നത്. പക്ഷേ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു വെയിറ്റ് ലോസ് ജേർണിയാണ്. എൻ്റെ ഈ ജേർണിയിൽ ഞാൻ ഡെയിലി എന്തൊക്കെ കഴിക്കുന്നു, ഞാൻ ഉണ്ടാക്കുന്ന ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പീസ്, അതൊക്കെ ഞാനിവിടെ അപ്ലോഡ് ചെയ്യാവേ. ബൈ.